ഏവർക്കും തിങ്ക് ടോണിക്കിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ 6th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിന്റെ ഫസ്റ്റ് ചാപ്റ്ററായ ഫുഡ് ഫോർ ഹെൽത്ത്, ആഹാരത്തിലൂടെ ആരോഗ്യം എന്ന ചാപ്റ്ററിലെ 4ാമത്തെ ഭാഗമാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ആദ്യത്തെ 3 ഭാഗങ്ങളിലായി നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിച്ചായിരുന്നു. ന്യൂട്രീഷ്യസ് ഫുഡിന് എക്സാമ്പിൾ പഠിച്ചായിരുന്നു. അവർ ഹെൽത്ത്, ഇമ്പോർട്ടൻസ് ഓഫ് ന്യൂട്രീഷ്യസ് ഫുഡ്, കാർബോഹൈഡ്രേറ്റ്, അയഡിൻ ടെസ്റ്റ്, മില്ലറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്, കൊളസ്ട്രോൾ, വൈറ്റമിൻസ്, മിനറൽസ്, ഇതെല്ലാം നമ്മൾ നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ പഠിച്ചിട്ടുണ്ടായിരുന്നു. വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ചെക്ക് ചെയ്ത് നോക്കുക. നമുക്ക് ഇന്ന് പഠിക്കാനുള്ളത് നോക്കാം. ഹീമോഗ്ലോബിനെ കുറിച്ചാണ്. ഹീമോഗ്ലോബിൻ ഈസ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ റെഡ് ബ്ലഡ് സെൽസ്. അപ്പൊ ചുവന്ന രക്താണുക്കളിൽ കാണപ്പെടുന്ന വർണ്ണവസ്തുവാണ് ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഹീമോഗ്ലോബിൻ ഏതിലാണ് കാണുന്നത്? റെഡ് ബ്ലഡ് സെൽസിലാണ് ഹീമോഗ്ലോബിൻ കാണുന്നത്. ഇറ്റ് ഇമ്പാർട്ട് റെഡ് കളർ ഇൻ ബ്ലഡ്. ഇതെന്തോന്നാണ്? രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നു. ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു ദ സെൽസ് ആൻഡ് ബ്രിങ് ബാക്ക് കാർബൺ ഡയോക്സൈഡ്. ഇപ്പൊ രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുന്നതും അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ തിരിച്ച് കൊണ്ടുപോകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ലീഡ്സ് ടു എ കണ്ടീഷൻ കാൾഡ് അനീമിയ. രക്തത്തിൽ ഹീമോഗ്ലോബിൻ കുറയുന്ന അവസ്ഥയ്ക്ക് എന്തോന്നെന്ന് പറയും? അനീമിയ എന്ന് പറയും. ഓക്കെ, അപ്പൊ ഹീമോഗ്ലോബിനെ കുറിച്ച് ചോദിച്ചാൽ എന്ത് പറയാം? അതിന്റെ ഇമ്പോർട്ടൻസ് ചോദിച്ചാൽ എന്ത് പറയാം എന്നൊക്കെ പറയാം. ഹീമോഗ്ലോബിൻ ഈസ് ദ പിഗ്മെന്റ് പ്രസന്റ് ഇൻ, എവിടെയാണ് കാണുന്നത്? റെഡ് ബ്ലഡ് സെൽസ്. ഇറ്റ് ഇമ്പാർട്ട്സ് റെഡ് കളർ ഇൻ ടു ബ്ലഡ്. ബ്ലഡിന് റെഡ് കളർ നൽകുന്നു. ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു ദ സെൽസ് ആൻഡ് ബ്രിങ് ബാക്ക് കാർബൺ ഡയോക്സൈഡ്. ഹീമോഗ്ലോബിൻ ഓക്സിജനെ സെല്ലുകളിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് കാർബൺ ഡയോക്സൈഡിനെ തിരിച്ചു കൊണ്ടുപോവുകയും ചെയ്യുന്നു. പിന്നെ എന്തോന്നാണ്? ലോ ലെവൽ ഹീമോഗ്ലോബിൻ ഈസ് ദ ബ്ലഡ് ലീഡ്സ് ടു ദ കണ്ടീഷൻ കാൾഡ് അനീമിയ. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുന്ന അവസ്ഥയ്ക്ക് എന്തോന്ന് പറയും? അനീമിയ. ഓക്കെ, ക്ലിയർ ആയോ? അത് പഠിക്കാനുള്ളതാണ്. അടുത്ത ഡെഫിഷ്യൻസി ഡിസീസസ്, അപര്യാപ്തത രോഗങ്ങൾ. വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ റിക്വയർഡ് ബൈ ദ ബോഡി ഇൻ സ്മാൾ ക്വാണ്ടിറ്റീസ് ഓൺലി. ശരീരത്തിന് ആവശ്യമുള്ളൂ. ഹൗവർ ഇഫ് ദേ ആർ നോട്ട് അവൈലബിൾ ടു ദ ബോഡി ഇൻ required quantity, deficiency diseases are bound to manifest. അപ്പോൾ എങ്കിലും വേണ്ടത്ര അളവിൽ നമുക്ക് ലഭ്യമായില്ലെങ്കിൽ ഏതൊക്കെ? വിറ്റാമിനുകളും ധാതുക്കളും ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള അപര്യാപ്തത രോഗങ്ങൾ ഉണ്ടാകുന്നു. പ്രോട്ടീന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു അല്ലേ? അപ്പൊ ഓരോന്നിന്റെ അളവ് കുറയുമ്പോഴത്തേക്ക് നമുക്ക് അത് നമ്മളെ മറ്റുള്ള അസുഖങ്ങളിലേക്ക് കൊണ്ടെത്തിക്കും. അപ്പോൾ എല്ലാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ കാര്യങ്ങൾ, വൈറ്റമിൻസ് ആയാലും മിനറൽസ് ആയാലും അതിൻ്റെതായ ഒരളവ് നമ്മുടെ ശരീരത്തിന് ആവശ്യമുണ്ട്. അത് കുറയുമ്പോഴത്തേക്ക് പല രോഗങ്ങൾക്കും കാരണമായി മാറും. ഓക്കെ, ഇനി നോക്ക്, ഓരോ വൈറ്റമിൻസ് കുറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന രോഗങ്ങളാണ്. വൈറ്റമിൻ എ കുറയുമ്പോഴത്തേക്കുണ്ടാകുന്ന ഡിസീസ് ഏതാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്, നിശാന്തത. വൈറ്റമിൻ എ കുറയുമ്പോഴത്തേക്കുണ്ടാകുന്ന രോഗം നൈറ്റ് ബ്ലൈൻഡ്നെസ്. വൈറ്റമിൻ ബി കുറയുമ്പോഴത്തേക്കുണ്ടാകുന്ന രോഗം ഗ്ലോസിറ്റിസ്, ഷോളൻ ടങ് ആൻഡ് ടിംഗ്ലിംഗ് ഓഫ് സ്കിൻ ഓൺ ടങ്. അതായത് നാവ് വീക്കവും നാവിലെ തൊലി ഇളകുന്നതുമായ അവസ്ഥ, അതായത് വായ്പുണ്ടെന്ന് പറയും, മൗത്ത് അൾസർ. അതൊക്കെ ഈ വൈറ്റമിൻ ബി കുറയുന്നത് കൊണ്ട് ഉണ്ടാകുന്നതാണ്. അടുത്ത് വൈറ്റമിൻ സി കുറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന എന്തോന്നാണ്? ബ്ലീഡിംഗ് ഗം, സ്കർവി, മോണയിൽ നിന്നുള്ള രക്തസ്രാവം, അതിന് സ്കർവി എന്ന് പറയും. വൈറ്റമിൻ സി കുറയുമ്പോൾ. വൈറ്റമിൻ ഡി കുറയുമ്പോഴത്തേക്ക് ഉണ്ടാകുന്ന രോഗം റിക്കറ്റ്സ്. ഒക്കെ കാണ എന്നുള്ള രോഗമാണ് വൈറ്റമിൻ ഡി കുറയുമ്പോഴത്തേക്ക്. അപ്പോൾ ഓക്കെ, മനസ്സിലായ? വൈറ്റമിൻ എ നൈറ്റ് ബ്ലൈൻഡ്നെസ്, വൈറ്റമിൻ ബി ഗ്ലോസൈറ്റ്സ്, വൈറ്റമിൻ സി
bleeding gum or scurvy, vitamin C, bleeding gum or scurvy, vitamin D, rickets. ഓക്കെ, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അടുത്ത നോക്ക്, കുറെ ക്വസ്റ്റ്യൻ അതുമായിട്ട് ബേസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അത് എഴുതാനാണ്. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കെ സ്കർവി? സ്കർവി ഏത് ഡെഫിഷ്യൻസി വഴി ഉണ്ടാകുന്നതാണ്? വൈറ്റമിൻ സി. നമ്മൾ നേരത്തെ ചാർട്ടിൽ പഠിച്ചു ഡെഫിഷ്യൻസി ഓഫ് സ്കർവി വൈറ്റമിൻ സി. കണ്ട, ബ്ലീഡിംഗ് ഗം ഓർ സ്കർവി വൈറ്റമിൻ സി. അടുത്തെന്തോന്നാണ്? വാട്ട് ഫുഡ് ഐറ്റംസ് will you suggest to include in diet if someone in your home suffers from mouth ulcer? നിങ്ങളുടെ വീട്ടിൽ ആർക്കെങ്കിലും വായ്പുണ്ണ് വന്നാൽ അവരുടെ ഭക്ഷണത്തിൽ എന്തൊക്കെ ഭക്ഷ്യ വസ്തുക്കൾ ഉൾപ്പെടുത്താൻ നിങ്ങൾ നിർദ്ദേശിക്കും? എപ്പോഴും പറയുന്ന കാര്യമാണ്. വായിൽ എന്തെങ്കിലും അസുഖങ്ങൾ വരുവാണെങ്കിൽ തൈര് നമ്മൾ കഴിക്കണ കാര്യം എപ്പോഴും പറയുന്നതാണ്. അപ്പൊ ഏതൊക്കെ നമുക്ക് പറയാം, ഇവിടെ ഞാൻ കുറച്ച് തന്നിട്ടുണ്ട്, നോക്കുക. എന്തോന്നാണ്? യോഗർട്ട്, കോക്കനട്ട് വാട്ടർ, ബനാന, ഹണി, ഗീ, ബോയിൽഡ് വെജിറ്റബിൾസ്. ഏതൊക്കെ? തൈര്, തെങ്ങിന്റെ അതായത് തേങ്ങാ വെള്ളം, വാഴപ്പഴം, തേൻ, നെയ്യ്, വേവിച്ച പച്ചക്കറികൾ, അതൊക്കെ കഴിക്കാൻ പറയും ഇല്ലേ? അത് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ്. സെക്കൻഡ് ഓൺ ഇതിന്റെ ആൻസർ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. അടുത്ത്, ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വൈറ്റമിൻ കേസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? നൈറ്റ് ബ്ലൈൻഡ്നെസ്സിന് കാരണമായിട്ട് വരുന്ന വൈറ്റമിൻ ഏതാണ്? വൈറ്റമിൻ എ. വൈറ്റമിൻ എയുടെ അഭാവത്തിലാണ് ഉണ്ടാകുന്നത് നിശാന്തതയ്ക്ക് കാരണമാകുന്നത് വൈറ്റമിൻ എ. അടുത്ത്, ഏത് വിറ്റാമിന്റെ അഭാവം മൂലമാണ് കണ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ കേസ്? റിക്കറ്റ്സ് ഏതിൽ വരുന്നതാണ്? വൈറ്റമിൻ ഡി. ഓക്കെ, എത്ര മനസ്സിലായ? ആ ചാർട്ടിൽ തന്നെ ഉള്ള കാര്യമാണ്. പിന്നെ എക്സ്ട്രാ വരുന്നത് ഈ ഒരു ക്വസ്റ്റ്യന്റെ ആൻസർ മാത്രം എക്സ്ട്രാ വരുന്നത്, അത് ഇവിടെ തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ? അടുത്ത, എന്താണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് നോക്കാം. നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് എ പുവർ വിഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. Persons with night blindness have to issue in vision during daytime and in bright light at night. അപ്പൊ ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവാണ് നിശാന്തത എന്ന് പറയുന്നത്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവ്. നിശാന്തതയുള്ള വ്യക്തികൾക്ക് പകലും രാത്രിയിൽ നല്ല വെളിച്ചത്തിലും കാഴ്ചയ്ക്ക് യാതൊരു തകരാറും ഉണ്ടായിരിക്കില്ല. അപ്പൊ പകലും രാത്രി. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കാനുള്ളതാണ്. ഇതിൽ ഓൾമോസ്റ്റ് ഈ ചാപ്റ്റർ ഇത്തിരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് തന്നെയാണ്. ഒത്തിരി കാര്യങ്ങളുണ്ട് പഠിക്കാനായിട്ട്. ഓക്കെ, അടുത്ത് നോക്ക്. ഡെഫിഷ്യൻസി ഡിസീസസ് കേസ്ഡ് ബൈ ദ ലാക്ക് ഓഫ് മിനറൽസ് ആർ ഗിവൺ ഇൻ ദ ടേബിൾ ബിലോ. അപ്പോൾ ധാതുക്കളുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണെന്ന്. ഇനി മിനറൽസിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെ മിനറൽസ് ഇവിടെ തന്നിട്ടുണ്ട്? ആദ്യം അയൺ തന്നിട്ടുണ്ട്. അയണിൽ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം അനീമിയ. അയഡിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഗോയിറ്റർ. കാൽസ്യത്തിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം പൊറോസിസ്. ഓക്കെ, ഏതൊക്കെ ധാതുക്കളുടെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗങ്ങൾ? അയണില് അനീമിയ ഓർ വിളർച്ച, അയഡിനില് ഗോയിറ്റർ, കാൽസ്യത്തിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗം ഓസ്റ്റിയോപൊറോസിസ്. നമ്മൾ ഇതെല്ലാം തരണം ചെയ്യാൻ നമ്മൾ എന്തോ ചെയ്യണം? നല്ലോണം നല്ല ഫുഡ് കഴിക്കുക. പ്രോട്ടീനും വൈറ്റമിൻസും എല്ലാം അടങ്ങിയ, മിനറൽസും ഒക്കെ അടങ്ങിയ ധാരാളം ഫുഡ് കഴിക്കുമ്പോഴത്തേക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും വരത്തില്ല. നോക്കാം, അത് ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. വിച്ച് ഡിസീസസ് ഈസ് കേസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ? ഏതാണ്? അനീമിയ. വാട്ട് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെന്റ് ഗോയിറ്റർ? വൈ? അയണിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? അനീമിയ. ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട ആഹാര വസ്തുക്കൾ ഏതൊക്കെയാണ്? കുറെ തന്നിട്ടുണ്ട് ഇവിടെ. അയഡൈസ്ഡ് സാൾട്ട്, ഫിഷ്, സീവീഡ്സ്, ഷെൽ ഫിഷ്, എഗ്സ്, ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾസ് ഗ്രോൺ ഇൻ അയഡിൻ, മിൽക്ക്, ചീസ്, യോഗട്ട്. ഇതൊക്കെ എന്തോന്നാണ്? ഗോയിറ്റർ രോഗം ഉണ്ടാകാതിരിക്കാൻ നാം ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ഇവിടെ തന്നിട്ടുണ്ട് പാൽ, ചീസ്, മുട്ട, അയോഡിൻ ധാരാളമായ മണ്ണിൽ വളർന്ന പഴങ്ങളും പച്ചക്കറികളും ഒക്കെ.
അടുത്ത വാട്ട് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെന്റ് ഗോയിറ്റർ? വൈ? അത് നമ്മൾ പറഞ്ഞായിരുന്നു. എന്തുകൊണ്ടാണ്? വൈ ദീസ് ഫുഡ്? അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ്. തൈറോയ്ഡ് ഹോർമോണുകൾ നിർമ്മിക്കാൻ അയോഡിൻ ആവശ്യമാണ്. ഒന്നാമത്തത് ഈ ക്വസ്റ്റ്യൻ ആൻസർ ആണ്. വാട്ട് ഫുഡ് ഐറ്റം ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെന്റ് ഗോയിറ്റർ? വൈ? പിന്നെ രണ്ടാമത്തെ എന്തോന്നാണ്? വിത്തൗട്ട് ഇനഫ് അയഡിൻ ദ തൈറോയ്ഡ് ഗ്ലാൻഡ് സെൽസ് ലീഡിങ് ടു ഗോയിറ്റർ. അയഡിൻ കുറയുമ്പോഴത്തേക്ക് തൈറോയ്ഡ് ഗ്രന്ഥി എന്തോന്ന് വീർത്ത് വരുന്നു, ഗോയിറ്റർ ഉണ്ടാകുന്നു. ദീസ് ഫുഡ് സപ്ലൈ ഫോർ അയഡിൻ നീഡഡ് ടു കീപ് ദ തൈറോയ്ഡ് ഫങ്ഷനിങ് പ്രോപ്പർലി ആൻഡ് പ്രിവെന്റ് ദ എൻലാർജ്മെന്റ് ഓഫ് ദ ഗ്ലാൻഡ്. അപ്പൊ ഈ ഭക്ഷണങ്ങൾ തൈറോയ്ഡ് ശരിയായി പ്രവർത്തിക്കാൻ സഹായിക്കുന്നു. അതിന്റെ തൈറോയ്ഡ് ഗ്രന്ഥിയുടെ വീർപ്പ് കുറയുന്നു, വീർത്തിരി വരുന്നത് കുറയുന്നു. അതുകൊണ്ടാണ് നമ്മൾ ഈ ഫുഡ്, ഇങ്ങനത്തെ ഫുഡുകൾ ആഹാരത്തിൽ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുന്നത്. ഓക്കെ, ആ ഒരു ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഇനി അതിൽ വരുന്ന അടുത്ത ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഫുഡ് ഐറ്റം ആർ ടു ബി ഇൻക്ലൂഡഡ് ഇൻ അവർ ഡയറ്റ് ടു പ്രിവെന്റ് ഓസ്റ്റിയോപോറോസിസ്? എന്താണ്? ഓസ്റ്റിയോപൊറോസിസ് ഉണ്ടാകാതിരിക്കാൻ ഏതൊക്കെ തരം ഭക്ഷ്യവസ്തുക്കൾ നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം? അത് അടുത്തതിൽ കൊടുത്തിട്ടുണ്ട്. എന്താണ്? ഡയറി പ്രോഡക്ട്സ്, അതായത് മിൽക്ക്, ചീസ്, യോഗട്ട് അതുപോലെയുള്ള ഫുഡുകൾ, ലീഫി ഗ്രീൻ വെജിറ്റബിൾസ്, സ്പിനാച്ച് അതുപോലെ ബ്രോക്കോളി അതുപോലെയുള്ളത്, വൈറ്റമിൻ കെ അടങ്ങിയ ഫുഡുകൾ, ഫിഷ് വിത്ത് ബോൺസ്, ഫിഷും ബോൺസ് ഉള്ള ഫിഷ്, പിന്നെ എന്തോന്നാണ്? എഗ്സ്, നട്ട്സ് ആൻഡ് സീഡ്സ്, ഫോർട്ടിഫൈഡ് ഫുഡ് ലൈക്ക് സിറൽസ്, ഓറഞ്ച് ജ്യൂസ് അതുപോലെയുള്ള ഫുഡുകൾ ഉൾപ്പെടുത്തണം. ഏതൊക്കെ? പാലും പാലുൽപ്പന്നങ്ങളും, ഇലക്കറികൾ, എല്ല് സഹിത മത്സ്യങ്ങൾ അതുപോലെയുള്ള മത്സ്യങ്ങൾ, മുട്ട, ബദാം, എള്ള് അതുപോലെയുള്ള വിത്തുകൾ, കൃത്രിമമായ കാൽസ്യം ചേർത്ത ഭക്ഷണങ്ങൾ, ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. ഉൾപ്പെടുത്തിയാൽ എന്തോന്ന് തടയാം? ഓസ്റ്റിയോപൊറോസിസ്. പിന്നെ ഇനി അതിൽ ഒരു ക്വസ്റ്റ്യൻ കൂടെ പറഞ്ഞുണ്ട്. ഫോർത്ത് ക്വസ്റ്റ്യൻ, എന്തിനാണ് സ്കൂളുകളിൽ അയൺ ഗുളിക വിതരണം ചെയ്യുന്നത്? വൈ ആർ അയൺ ടാബ്ലറ്റ്സ് സപ്ലൈഡ് ഇൻ സ്കൂൾസ്? എക്സ്പ്ലെയിൻ. നമ്മൾ ഇതിന് മുന്നേ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്തിനാണ് സ്കൂളുകളിൽ അയൺ ടാബ്ലറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നതെന്ന്. നേരത്തെ വീഡിയോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? അയൺ ഈസ് എ മിനറൽ. സച്ച് കൈൻഡ് ഓഫ് മിനറൽസ് ആർ എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. പിന്നെ എന്താണ്? നമ്മുടെ ഇമ്മ്യൂണിറ്റി ബൂസ്റ്റ് ചെയ്യാനും സഹായിക്കുന്നു. അപ്പോൾ അയൺ ടാബ്ലറ്റ്സ് നൽകുന്നത് എന്തുകൊണ്ടാണ്? അയൺ എന്ന് പറയുന്ന ഒരു ധാതുവാണ്. ഇത്തരം ധാതുക്കൾ നമ്മുടെ ശരീരത്തിന്റെ ശരിയായ വളർച്ചയ്ക്ക്, ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണ്. പിന്നെ നമ്മുടെ രോഗപ്രതിരോധ ശേഷി കൂട്ടാനും ഈ ധാതുക്കൾ സഹായിക്കുന്നു. ഓക്കെ, അയൺ പോലെയുള്ള ഗുളികകൾ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ 4 ക്വസ്റ്റ്യന്റെ ആൻസർ മനസ്സിലായല്ലോ. ഇതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഇവിടെ തന്നിട്ടുണ്ട്. സെക്കൻഡ് ക്വസ്റ്റ്യൻ ഇപ്പുറം തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനും അതിന്റെ ബാക്കി ഭാഗം ഇവിടെ തന്നിട്ടുണ്ട്. ഇത് സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ തേർഡ് ക്വസ്റ്റ്യൻ അതിനടുത്തായിട്ട് തന്നിട്ടുണ്ട്. ഇവിടെ തന്നിട്ടുണ്ട് തേർഡ് ക്വസ്റ്റ്യൻ. പിന്നെ ഫോർത്ത് ക്വസ്റ്റ്യൻ ഇതിൽ തന്നെ ഉണ്ട്. വൈ ആർ ടാബ്ലറ്റ്സ് സപ്ലൈഡ്? ഇത് ഫോർത്ത് ക്വസ്റ്റ്യന്റെ ആൻസർ. ഓക്കെ, 4 ക്വസ്റ്റ്യന്റെ ആൻസറും ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കാം നമുക്ക് എന്തോന്നാണെന്ന്. അടുത്ത് പഠിക്കാനുള്ളത് പൊറോസിസ് എന്ന് പറഞ്ഞാൽ, ഓസ്റ്റിയോപൊറോസിസ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ബോൺസ് ബിക്കെയിം സോഫ്റ്റ് ആൻഡ് ബ്രിറ്റിൽ ഡ്യൂ ടു ദ ഡിഗ്രീസ് ഓഫ് density of minerals in the bones. This may lead to weakness of bones and fracture. എന്താണ്? അസ്ഥികളിലെ ധാതുക്കളുടെ സാന്ദ്രത കുറയുന്നത് മൂലം എല്ലുകളുടെ കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന അവസ്ഥയ്ക്കാണ് ഓസ്റ്റിയോപൊറോസിസ് അല്ലെങ്കിൽ അസ്ഥി ക്ഷയം എന്ന് പറയുന്നത്. എല്ലുകളുടെ ബലക്ഷയം, പൊട്ടൽ എന്നിവയ്ക്ക് ഇത് കാരണമാകുന്നു. മനസ്സിലായ? ലീഡ് ടു ദ വീക്ക്നെസ് ഓഫ് ബോൺസ് ആൻഡ് ഫ്രാക്ചറിന് കാരണമാകുന്നു. എന്താണ്? ഓസ്റ്റിയോപൊറോസിസ് ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ബോൺസ് ബിക്കെയിം സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ. ബോൺസ് എന്തോന്നായിട്ട് മാറുന്നത്? സോഫ്റ്റ് ആവുകയും പിന്നെ എന്തോന്നാണ്? ദുർബലമാവുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ്. കട്ടി കുറഞ്ഞ് ദുർബലമാകുന്ന ഒരവസ്ഥയ്ക്കാണ് ഓസ്റ്റിയോപൊറോസിസ് എന്ന് പറയുന്നത്. ഇത് എന്തിനൊക്കെ കാരണമാകുന്നു? ബലക്ഷയത്തിനും
വീക്ക്നെസ് ഓഫ് ബോൺസ് ആൻഡ് ഫ്രാക്ചറിനും കാരണമായി മാറുന്നു. ഈ ഓസ്റ്റിയോപൊറോസിസ് പഠിക്കണം. അടുത്ത് ഗോയിറ്റർ എന്ന് പറഞ്ഞാൽ എന്താണ്? സിമ്പിൾ ഗോയിറ്റർ ഈസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് തൈറോയിഡ് ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ദ ത്രോട്ട് ബിക്കം enlarged due to the lack of iodine in our diet. Iodine is essential for the production of ഹോർമോൺസ് ബൈ ദ തൈറോയിഡ് ഗ്ലാൻഡ്. എന്താണ്? നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ അയഡിന്റെ അഭാവം മൂലം തൊണ്ടയിൽ തൈറോയിഡ് ഗ്രന്ഥി വലുതാകുന്ന അവസ്ഥയാണ് സിമ്പിൾ ഗോയിറ്റർ എന്ന് പറയുന്നത്. അയഡിന്റെ അളവ് കുറയുമ്പോഴത്തേക്ക് തൈറോയിഡ് ഗ്രന്ഥിയുടെ ഹോർമോൺ ഉൽപാദനത്തിന് അയഡിൻ ആവശ്യമാണ്. അയഡിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന രോഗമാണ് ഗോയിറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, അടുത്ത് നോക്കാം. എന്തോന്നാണ്? കമ്പണൻസ് അതർ ദാൻ ന്യൂട്രിയൻസ്. ഘടകങ്ങൾ, പോഷകേതര ഘടകങ്ങൾ എന്തൊക്കെയാണ്? ജസ്റ്റ് ലൈക്ക് ന്യൂട്രിയൻസ് there are certain other components that are required for our health. പോഷകഘടകങ്ങളെ പോലെ തന്നെ പ്രധാനപ്പെട്ട മറ്റു ചില ഘടകങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് ആവശ്യമാണ്. അതിലെന്തോന്നാണ്? നാരുകൾ. അടുത്ത് പറയുന്നത് cut the banana stem and observe the fibers in the it. വാഴപ്പിണ്ടി, ബനാന സ്റ്റെം, അത് എടുക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൽ നിന്ന് എന്തോന്നാണ്? നാര്, ഫൈബേഴ്സ് കണ്ടിട്ടുണ്ടായിരിക്കും ഇല്ലേ? വാഴപ്പിണ്ടി മുറിച്ചു നോക്കിയാൽ അവയിൽ നാരുകൾ നമുക്ക് അറിയാം, നമ്മൾ കണ്ടിട്ടുണ്ട്. ആഹാരത്തിൽ നാരുകൾ ഉൾപ്പെടുത്തുന്നതിന്റെ ആവശ്യകത എന്താണ്? അത് നമുക്ക് അങ്ങോട്ട് പഠിക്കാനുണ്ട്. ആഹാരത്തിൽ നാരുകൾ ഉൾപ്പെടുത്തുന്നതിന്റെ ആവശ്യകത. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട് ഇവിടെ, എന്തോന്നാണ്? ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള മറ്റേതൊക്കെ ആഹാര വസ്തുക്കൾ നിങ്ങൾക്ക് അറിയാന്നുള്ളത്? വിച്ച് അതർ ഡയറ്ററി ഫൈബേഴ്സ് ഡു യു നോ? നാരുകളുള്ള മറ്റേതെല്ലാം ഭക്ഷണ സാധനങ്ങൾ നിങ്ങൾക്കറിയാം? മാംഗോ, മൽബറീസ്, മില്ലറ്റ്, മഷ്റൂംസ്, മാൻഡ്രൈൻസ്, അതായത് മാമ്പഴം, മൽബറി, അതായത് മില്ലറ്റ്, ചാമ, കൂൺ, പിന്നെ ഓറഞ്ച്, ഇതൊക്കെ നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളാണ്. ഓക്കെ, ഇനി ഫൈബേഴ്സിനെ കുറിച്ച് നമുക്ക് കൂടുതലായിട്ട് പഠിക്കാം. നേരത്തെ ഒരു ക്വസ്റ്റ്യൻ അവിടെ ഉണ്ടായിരുന്നു ഫൈബേഴ്സിന്റെ, അതിന്റെ ആൻസർ ഇതിൽ തന്നെയുണ്ട്. ഫൈബേഴ്സ് ആർ ദ സെല്ലുലോസ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് വിച്ച് ക്യാൻ be digested by our body. Fibers are not nutrient components. However, fibers facilitate digestion and egestion of feces through the large intestine. Cereals with bran, leafy vegetables, banana stem, banana flower, etc. contain fibers in അബാൻഡൻസ്. അതായത് സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നത് ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകളെന്ന് പറയുന്നത്. സസ്യാഹാരത്തിലൂടെ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയാത്തതുമായ സെല്ലുലോസ് ആണ് നാരുകൾ എന്ന് പറയുന്നത്. നാരുകൾ പോഷക ഘടകമല്ല എങ്കിലും ദഹനം, വൻകുഴലിലൂടെ വിസർജ്യ വസ്തുക്കളുടെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നതിന് നാരുകൾ ആവശ്യമാണ്. നാരുകൾ അടങ്ങിയ ഭക്ഷണം ആവശ്യമാണ്. ഏതിനൊക്കെ? ദഹനം, വൻകുടലുകളിലൂടെ വിസർജ്യ വസ്തുക്കളെ പുറന്തള്ളൽ എന്നിവ സുഗമമാക്കുന്നത് നാരുകളാണ്. തവിട് അടങ്ങിയ ധാന്യങ്ങൾ, ഇലക്കറികൾ, പച്ചക്കറികൾ, വാഴയുടെ പിണ്ടി, വാഴക്കൂമ്പ് തുടങ്ങിയവയിൽ ധാരാളം നാരുകൾ അടങ്ങിയിരിക്കുന്നു. ഏതൊക്കെ? ധാന്യങ്ങളില്, ഇലക്കറികള്, പച്ചക്കറികൾ, വാഴപ്പിണ്ടി, വാഴക്കൂമ്പ് ഇവയിലൊക്കെ ധാരാളം നാരുകൾ അടങ്ങിയിട്ടുണ്ട്. മനസ്സിലായോ? ഫൈബേഴ്സ് ആർ നോട്ട് ന്യൂട്രിയന്റ് കമ്പോണൻസ്. ഫൈബേഴ്സ് ഫെസിലിറ്റേറ്റ് എന്തോന്നാണ്? ഡൈജഷൻ, എജഷൻ ഓഫ് ഫൈസസ് ത്രൂ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻ. ഫൈബേഴ്സ് അടങ്ങിയിരിക്കുന്ന മറ്റുള്ള ആഹാര സാധനങ്ങൾ ഏതൊക്കെ? സീറിയൽസ്, ബനാന ലീഫ്, വെജിറ്റബിൾസ്, ബനാന സ്റ്റെം, ബനാന ഫ്ലവറിലൊക്കെ ധാരാളമായിട്ട് ഫൈബേഴ്സ് അടങ്ങിയിട്ടുണ്ട്. ഓക്കെ, നേരത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചതിന് ഉള്ള ആൻസർ ആണ് ഇത്. വൈ ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു ഇൻക്ലൂഡ് ഫൈബേഴ്സ് ഇൻ ദ ഡയറ്റ്. ആഹാരത്തിൽ നാരുകൾ ഉൾപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത. ഇപ്പൊ മനസ്സിലായോ എന്താണെന്നുള്ളത്? അതത്രേ എഴുതിയാൽ മതി കേട്ടോ. എന്തോന്നിനൊക്കെ വേണ്ടി ഉപയോഗിക്കുന്ന? ഫെസിലിറ്റേറ്റ് ഡൈജഷൻ ആൻഡ് ഇജഷൻ ഫേസസ് ത്രൂ ദ ലാർജ് ഇൻറ്റസ്റ്റൈൻസ്. അതാണ് അതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അടുത്തത് നോക്കാം. ഒബ്സർവ് ദ പിക്ചർ. ഒരു മാംഗോയുടെ പടം കൊടുത്തിട്ടുണ്ട്, അതിൽ നിന്ന് ജ്യൂസ് ഉണ്ടാക്കുന്നതൊക്കെ കൊടുത്തിട്ടുണ്ട്. മാമ്പഴ കഷ്ണങ്ങളും അരച്ചെടുത്ത മാമ്പഴ ജ്യൂസ് ശ്രദ്ധിച്ചില്ലേ? ഏതിലാണ് കൂടുതൽ നാരുകൾ ഉണ്ടാവുക? ഏതിലാണ് ഉണ്ടാവുക?
മാമ്പഴ കഷ്ണങ്ങളാക്കി വെക്കുന്നതിന് അല്ലേ. ജ്യൂസ് ഉണ്ടാക്കുന്നത് നമ്മൾ അതിൽ നിന്ന് എല്ലാം അരിച്ചെടുക്കും. അപ്പൊ അതില് നാര് അധികം കാണില്ല. അപ്പം മാമ്പഴം, ഓറഞ്ച്, ആപ്പിൾ തുടങ്ങിയ പഴവർഗ്ഗങ്ങൾ ജ്യൂസ് രൂപത്തിലാക്കാതെ കഴിക്കാം. അപ്പൊ നമ്മൾ എന്തോന്നാണ്, കൂടുതലും പഴങ്ങൾ ജ്യൂസ് രൂപത്തിലാക്കാതെ അല്ലാതെ കഴിക്കുന്നതാണ് നല്ലത് അല്ലേ. അതിപ്പോഴ നാരുകൾ നമ്മുടെ ശരീരത്തിനുള്ളിലോട്ട് പോവുകയുള്ളൂ. ക്ലിയർ ആയോ? ജലം നോക്കൂ. ഡോണ്ട് യു about know that about 70% of our body is comprised of water. നമ്മുടെ ശരീരത്തിൽ ഏതാണ്ട് 70% ജലമാണെന്ന് അറിയാലോ അല്ലേ. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഡൈജഷൻ, സർക്കുലേഷൻസ് ആൻഡ് എക്സ്ക്രേഷൻ. എല്ലാത്തിനും നമുക്ക് എന്തോന്ന് വേണം? വാട്ടർ വേണം. വാട്ടർ ഈസ് ലോസ്റ്റ് ഫ്രം ദ ബോഡി ത്രൂ യൂറിൻ ആൻഡ് സ്വെറ്റ്. So we must drink plenty of pure water. Children should be at least 10 to 12 glasses of water a day. Vegetables like tomato, cucumber, watermelon, etc. contain plenty of water. Won't you include them in food? അപ്പോൾ എന്തോന്നാണ്, നമ്മുടെ ശരീരത്തിൽ ഏകദേശം 70% ജലമാണെന്ന് പറഞ്ഞു. ദഹനം, രക്തചംക്രമണം, വിസർജനം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾക്കെല്ലാം എന്തോന്ന് ആവശ്യമുണ്ട്? ജലം ആവശ്യമുണ്ട് ഇല്ലേ? ആവശ്യമുണ്ട്. മൂത്രം, വിയർപ്പ് മുതലായവയിലൂടെ ശരീരത്തിൽ നിന്ന് ജലനഷ്ടം ഉണ്ടാകുന്നു. പറഞ്ഞല്ലോ, നമ്മൾ മൂത്രമൊഴിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിയർപ്പിലൂടെ ജലം നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ ധാരാളം ശുദ്ധജലം കുടിക്കണം, നിറയെ വെള്ളം കുടിക്കണം. കുട്ടികൾ ഒരു ദിവസം എത്ര എങ്കിലും വെള്ളം കുടിക്കണമെന്നാണ് പറയുന്നത്? 10 മുതൽ 12 ഗ്ലാസ് വരെയുള്ള വെള്ളമെങ്കിലും കുടിക്കണം. 10 ഗ്ലാസ് എങ്കിലും കുറഞ്ഞത് കുടിക്കണമെന്നാണ്. നമ്മളിപ്പോ 10 പോയിട്ട് 5 ഗ്ലാസ് എങ്കിലും കുടിക്കണുണ്ടോ? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കണം. അപ്പോ വെള്ളം കുടിക്കേണ്ടത് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, മനസ്സിലായ? അപ്പൊ ഈ വെള്ളം കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ള പച്ചക്കറികൾ ഏതൊക്കെയാണ്? തക്കാളി, വെള്ളരി, തണ്ണിമത്തൻ തുടങ്ങിയവ കുറച്ച് കൂടുതൽ കഴിച്ചാലും മതി. ധാരാളം ജലം അതിൽ അടങ്ങിയിട്ടുണ്ട്. ഇവയും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുമല്ലോ. അപ്പോൾ വെള്ളത്തിന്റെ പ്രാധാന്യം മനസ്സിലായോ? വാട്ടറിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലായല്ലോ അല്ലേ. അപ്പോൾ ഇന്നു മുതൽ നിങ്ങൾ 10 ഗ്ലാസ് വെള്ളമെങ്കിലും കുടിക്കുവോ? കുടിക്കണം കേട്ടോ. അടുത്ത് ബാലൻസ്ഡ് ഡയറ്റ്. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ്? സമീകൃതാഹാരം. In order to maintain health, we should follow a diet which include protein, carbohydrate, fat, vitamin and minerals appropriate quantity. Such a diet is called balanced diet. അപ്പൊ ബാലൻസ്ഡ് ഡയറ്റ് ഓർ സമീകൃത ആഹാരം എന്ന് പറഞ്ഞാൽ എന്താണ്? ആരോഗ്യം നിലനിർത്തുന്നതിന് നിശ്ചിത അളവിൽ പ്രോട്ടീൻ, കാർബൺ ഡയോക്സൈഡ്, കൊഴുപ്പ്, വിറ്റാമിനുകൾ, ധാതുക്കൾ എന്നിവ അടങ്ങിയിട്ടുള്ള ഭക്ഷണം നമുക്ക് ആവശ്യമാണ്. ഇത്തരത്തിലുള്ള ഭക്ഷണക്രമത്തിനാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. നമ്മുടെ ഒരു ദിവസത്തെ ആഹാരം എന്ന് പറയുമ്പോഴത്തേക്ക് ഇതെല്ലാം അടങ്ങിയത് ആയിരിക്കണം. അങ്ങനെ വരുന്ന ആഹാരത്തിനാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയ? ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ, നമ്മുടെ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഏതൊക്കെ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും വൈറ്റമിൻസും മിനറൽസും ഒക്കെ ചേർന്ന ഫുഡ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തണം. അങ്ങനെ വരുന്ന ആ ഒരു ഡയറ്റിനാണ് എന്തോന്ന് പറയുന്നത്? ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയോ? അത്രയുള്ള അതിലെ ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന്. അപ്പോൾ നമ്മൾ കുറെ ഇതിന്റെ ഓരോന്നിന്റെയും ഉപയോഗം എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചായിരുന്നു. കാർബോഹൈഡ്രേറ്റിന്റെയും ഫാറ്റിന്റെയും വൈറ്റമിൻസിന്റെയും മിനറൽസിന്റെ ഒക്കെ കാര്യങ്ങൾ നമ്മൾ പഠിച്ചായിരുന്നു. അപ്പൊ നമ്മുടെ ആഹാരത്തിൽ ഇവയെല്ലാം നമ്മൾ ഉൾക്കൊള്ളിക്കണം. ഓക്കെ, ഇനി ചേഞ്ച് ടു ബി മെയ്ഡ് മൈ ഡയറ്റ്. നിങ്ങൾ ഒരു ദിവസം കഴിക്കുന്ന ആ ഫുഡ് എന്തൊക്കെയാണെന്ന്, പ്രഭാത ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ, ഉച്ചഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ, രാത്രി ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ടവ എന്തൊക്കെയാണെന്നുള്ളത് ചാർട്ടിൽ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അത് നിങ്ങൾ എഴുതി നോക്കുക. അടുത്ത് നോക്ക്, മൈ ഫുഡ് പ്ലേറ്റ്. എൻ്റെ ഫുഡ് പ്ലേറ്റ് ഒരു ദിവസത്തെ ആഹാരമാണ്. നോക്ക്, ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് none of the nutrients discussed so far can be excluded from our diet. ഞാൻ ചർച്ച ചെയ്ത പോഷകഘടകങ്ങളിൽ ഒരു ഘടകവും ഒഴിവാക്കാൻ കഴിയില്ല എന്ന് മനസ്സിലായില്ലേ? എല്ലാ പോഷകഘടകങ്ങളും ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു മാതൃകയാണ് ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത്. ദിവസവും കഴിക്കേണ്ട ഭക്ഷ്യവസ്തുക്കളുടെ അളവുകളും തന്നിട്ടുണ്ട്. നോക്കുക,
ഇപ്പൊ ഫ്രൂട്ട്സ് ആണെങ്കിൽ ഒരു ദിവസം 100 ഗ്രാമെങ്കിലും കഴിക്കണം. വെജിറ്റബിൾസ് ആണെങ്കിൽ 400 ഗ്രാം കഴിക്കണം. പൾസസ്, എഗ്ഗ്, മീറ്റ് അതെല്ലാം കൂടെ 85 ഗ്രാമെങ്കിലും കഴിക്കണം. കാഷ്യൂ നട്ട്, സീഡ്സ് 30 ഗ്രാം കഴിക്കണം. മിൽക്ക് കാർഡ് 300 ml കഴിക്കണം. പിന്നെ ഫാറ്റിന്റെ ഫുഡ് 27 ഗ്രാം കഴിക്കണം. സിറൽസ് 260 ഗ്രാം കഴിക്കണം. പിന്നെ എന്തോന്നാണ്, ധാന്യങ്ങൾ 260 ഗ്രാം. അപ്പൊ ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളാണ്. ദിവസവും ഇത്രയൊക്കെ നമ്മുടെ ശരീരത്തിൽ എത്തണം എന്നാണ് പറയുന്നത്. ഇതാണ് എന്തോന്ന് പറയുന്നത്, സമീകൃതാഹാരം, ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ബാലൻസ്ഡ് ഡയറ്റ് നമ്മൾ പറഞ്ഞില്ലേ, ആ കാര്യമാണ് ഈ തന്നിരിക്കുന്നത്. ഓരോന്നും എത്ര അളവ് വീതം നമ്മുടെ ശരീരത്തിൽ എത്തണമെന്നുള്ളത് അത് പഠിക്കണേ. ഓക്കെ, ഇനി ഒരു പ്രിപ്പയർ എ ഫുഡ് ചാർട്ട് ഫോർ എ ഡേ ഇൻക്ലൂഡിങ് ആൾ ദ ന്യൂട്രിയൻസ് ആസ് പെർ യുവർ ഫുഡ് ഹാബിറ്റ് ആൻഡ് എക്സിബിറ്റ് ഇറ്റ് ഇൻ യുവർ ഹോം ആൻഡ് ക്ലാസ്. അപ്പോൾ നിങ്ങളുടെ ആഹാര രീതി അനുസരിച്ച് എല്ലാ പോഷകങ്ങളും ഉൾപ്പെടുന്ന അപ്പോൾ ഭക്ഷണ ചാർട്ട് തയ്യാറാക്കി പ്രദർശിപ്പിക്കാനാണ്. കാർബോഹൈഡ്രേറ്റ്സ് ഏതൊക്കെ കാർബോഹൈഡ്രേറ്റ്സ്, റൈസ്, സ്വീറ്റ് പൊട്ടാറ്റോ, ബനാന, ഇതൊക്കെ കാർബോഹൈഡ്രേറ്റ്സ് വരുന്നതാണ്. ഫാറ്റ് വരുന്നത് ഗീ, ഫിഷ്, കാഷ്യൂ നട്ട്. പിന്നെ വൈറ്റമിൻസ് വരുന്നത് ഗൂസ്ബെറി, പപ്പായ, പിന്നെ സ്പിനാച്ച്, പംകിൻ, ഇതൊക്കെ വൈറ്റമിൻസ് വരുന്നതാണ്. മിനറൽസ് വരുന്നത് ലീഫി വെജിറ്റബിൾ, മിൽക്ക്, യോഗർട്ട് ഒക്കെ മിനറൽസ് വരുന്നത്. പ്രോട്ടീൻ വരുന്നത് ഗ്രീൻ ഗ്രാം, എഗ്ഗ്, ചിക്കൻ ഒക്കെ പ്രോട്ടീൻ വരുന്നതാണ്. ഇതൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ നമ്മൾ ഉൾപ്പെടുത്തണം. കാർബോഹൈഡ്രേറ്റ്സിൽ അരി, മധുരക്കിഴങ്ങ്, വാഴപ്പഴം ഒക്കെ കാർബോഹൈഡ്രേറ്റ്സിൽ വരുന്നതാണ്. കൊഴുപ്പിൽ വരുന്നത് നെയ്യ്, മത്സ്യം, കശുവണ്ടി. വിറ്റാമിനിൽ നെല്ലിക്ക, പപ്പായ, ചെറുചീര, മത്തങ്ങ. ഇലക്കറി വരുന്നത് ഇലക്കറികൾ, പാൽ, തൈര്. പ്രോട്ടീനിൽ വരുന്നത് ചെറുപയർ, മുട്ട, കോഴിയിറച്ചി. ഇതൊക്കെ നമ്മുടെ ഫുഡിൽ ഉൾപ്പെടുത്തണം. പിന്നെ ഇനി നിങ്ങളുടെ സ്വീറ്റ്സ്, കലോറീസ്, ഉച്ചഭക്ഷണവും കലോറിയും അത് കണക്കാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണെന്ന്, വൺഡേ നിങ്ങൾ കഴിക്കുന്ന ഫുഡ് ഐറ്റംസ്, ഉച്ചഭക്ഷണത്തിന് 5 ദിവസത്തെ മെനു പരിശോധിക്കാനാണ്. ഏതെല്ലാം വിഭവങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ഓരോ ദിവസത്തെയും മെനു ടീച്ചറുമായി ചർച്ച ചെയ്ത് അവയിലടങ്ങിയ പോഷകഘടകങ്ങളൊക്കെ പരിശോധിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് നിങ്ങൾ എഴുതുക. അടുത്ത് കലോറി, എന്താണ് കലോറി എന്നുള്ളത് നോക്കാം. Calorie is the unit that measures that amount of energy in food item. Energy is required for physiological activities like respiration, circulation, etc. A man engaged in physical activities required about 1900 to 2400 calories of energy per day. A woman having physical activities 1600 to 2000 calories per day. Child has average 1200 to 1400 calories of energy per day. അപ്പൊ ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി എന്ന് പറയുന്നത്. കലോറി എന്ന് പറഞ്ഞാൽ എന്തുവാണ്, ഭക്ഷണത്തിലെ ഊർജത്തിന്റെ അളവ് കണക്കാക്കുന്ന യൂണിറ്റ് ആണ് കലോറി എന്ന് പറയുന്നത്. കലോറീസ് ഈസ് ദ യൂണിറ്റ് ദാറ്റ് മെഷേഴ്സ് ദ എമൗണ്ട് ഓഫ് എനർജി ഇൻ ഫുഡ് ഐറ്റംസ്. ഓക്കെ, ശ്വസനം, രക്തചംക്രമണം തുടങ്ങിയ ശാരീരിക പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ഊർജം ആവശ്യമാണ്, അല്ലെ? നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്കെല്ലാം എന്തോന്ന് ആവശ്യമാണ്, ഊർജം ആവശ്യമാണ്. ഫിസിയോളജിക്കൽ ആക്ടിവിറ്റി, റെസ്പിറേഷൻ, സർക്കുലേഷൻസ് ഒക്കെ എന്തോന്ന് വേണം, ഊർജം ആവശ്യമാണ്. ഓക്കെ, ശാരീരിക അധ്വാനമുള്ള ഒരു പുരുഷൻ പ്രതിദിനം ശരാശരി എത്ര മുതൽ എത്ര വരെ കലോറി ഊർജം ആവശ്യമാണ്? 1900 മുതൽ 2400 കലോറി വരെ ഒരു പുരുഷന് ഊർജം ഒരു ദിവസം ആവശ്യമാണ്. പിന്നെ എന്തോന്നാണ്, സ്ത്രീകൾക്കാണെങ്കിൽ ഏകദേശം എത്ര, 1600 മുതൽ 2000 കലോറി വരെ ഊർജം ഒരു ദിവസത്തേക്ക് വേണം. കുട്ടികൾക്കാണെങ്കിലോ 1200 മുതൽ 1400 വരെ കലോറി ഊർജം ആവശ്യമായിട്ട് വരുന്നുണ്ട്. ഓക്കെ, a child gets about 750 calories of ഊർജം in noon meal.
സ്കൂൾ ഉച്ചഭക്ഷണത്തിലൂടെ ഏകദേശം 750 കലോറി ഊർജ്ജം ലഭിക്കുന്നു. മറ്റു നേരങ്ങളിൽ കഴിക്കുന്ന ആഹാരത്തിലൂടെ ആവശ്യമായ ബാക്കി കലോറി ലഭ്യമാക്കാൻ ശ്രമിക്കുമല്ലോ. അപ്പൊ അങ്ങനെയൊക്കെ എന്നുള്ള ഉച്ചഭക്ഷണം മെച്ചപ്പെടുത്തുന്നതിനായി ചെലവ് കുറഞ്ഞതും പോഷക സമൃദ്ധമായ വിഭവങ്ങൾ നിർദ്ദേശിക്കാമോ? അത് നിങ്ങൾ സ്കൂൾ ടീച്ചറുമായിട്ട് നോക്കി ഉച്ചഭക്ഷണത്തിന് അവിടെ സ്കൂളിൽ എന്തൊക്കെയാണ് തരുന്നത്, അത് എത്ര കലോറി ഒക്കെയാണ് എന്നുള്ളത് ഒക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ. അടുത്ത ടു പ്രിവെന്റ് ലോസ് ഓഫ് ന്യൂട്രിയൻസ്, പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാതിരിക്കാൻ. വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഓഫ് ദോസ് ന്യൂട്രിയൻസ് വൈൽ കുക്കിംഗ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് യുവർ സയൻസ് ഡയറി. ആഹാരം പാകം ചെയ്യുമ്പോൾ എങ്ങനെയെല്ലാമാണ് പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാൻ സാധ്യതയുള്ളത്, അത് ചർച്ച ചെയ്ത് എഴുതാനാണ്. എന്തൊക്കെ? വാഷിംഗ് വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടിംഗ് ദം. എന്തോന്നാണ്? പച്ചക്കറി മുറിച്ചതിന് ശേഷം കഴുകുമ്പോഴത്തേക്ക് അതിന്റെ പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാം. ബോയിലിംഗ് എഗ്സ് ഇൻ എക്സസ് വാട്ടർ, ഒരുപാട് വെള്ളമൊക്കെ വച്ച് വേവിക്കുമ്പോഴത്തേക്ക് അതിന്റെ പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാം. ഓവർ കുക്കിംഗ്, ഉയർന്ന താപനിലയിൽ വറുത്തെടുക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ അതിന്റെ പോഷകമൂല്യങ്ങൾ നഷ്ടപ്പെടാം. ഫ്രൈയിങ് അറ്റ് ഹൈ ടെമ്പറേച്ചർ, കൂടുതൽ അധിക ജലത്തിൽ വേവിക്കൽ, ഉയർന്ന താപനിലയിൽ വറുത്തെടുക്കലൊക്കെ വരുമ്പോഴത്തേക്ക് അതിന്റെ പോഷകങ്ങൾ നഷ്ടപ്പെടാം. അപ്പോൾ having to understand the need eat nutritious food to growing up healthy. ആരോഗ്യത്തോടെ വളരാൻ പോഷക സമൃദ്ധമായ ആഹാരം കഴിക്കേണ്ടതിന്റെ ആവശ്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? അപ്പോൾ നമ്മൾ നല്ല ആരോഗ്യത്തോടെ വളരണമെങ്കിൽ നല്ല പോഷകാഹാരങ്ങൾ നമ്മൾ കഴിക്കണം. പോഷക സമൃദ്ധമായ ആഹാരം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മനസ്സിലായില്ലേ? അത് നമ്മുടെ അവകാശം കൂടിയാണ്, അല്ലേ? പോഷകാഹാരം കഴിക്കുക എന്നുള്ളത്. അപ്പോൾ എന്തോന്നാണ്? ന്യൂട്രിയസ് ഫുഡ് ഈസ് നോട്ട് ഓൺലി എസെൻഷ്യൽ ഫോർ ഹെൽത്ത് ബട്ട് ഇറ്റ് ഈസ് ആൾസോ അവർ റൈറ്റ്. ന്യൂട്രിയസ് ഫുഡ് എന്ന് പറയുന്നത് എന്തോന്നാണ്? പോഷക സമൃദ്ധമായ ആഹാരം ആരോഗ്യത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് മാത്രമല്ല, അത് നമ്മുടെ അവകാശം കൂടെ ആണ്. ഓക്കെ. ഫുഡ് കഴിക്കുമ്പോഴത്തേക്കുള്ള കാര്യങ്ങൾ, കുട്ടികൾ ഫുഡ് കഴിക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തൊക്കെ തരത്തിലുള്ള ഫുഡുകളാണ് നമ്മുടെ ആഹാരത്തിൽ ഉൾപ്പെടുത്തേണ്ടത് എന്നുള്ള കാര്യങ്ങൾ ഈ ഒരു ചാപ്റ്റർ പഠിക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവും. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ തന്നെയാണ്. ഇതിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്, അതെല്ലാം ക്ലിയർ ആയിട്ട് പഠിക്കുക. അപ്പോൾ ഇതോടുകൂടി ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ലെറ്റേഴ്സും മറ്റൊരു വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ച കാര്യങ്ങൾ എന്തോന്നാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമുക്ക് പെട്ടെന്ന് നോക്കിയിട്ട് വരാം. ഓക്കെ. നമ്മൾ ആദ്യം പഠിച്ചത് ഹീമോഗ്ലോബിൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് ഏതിലാണ് അടങ്ങിയിരിക്കുന്നത്? റെഡ് ബ്ലഡ് സെൽസിലാണ് അടങ്ങിയിരിക്കുന്നത്. അതിന്റെ പ്രധാന ഫങ്ഷൻസ് എന്ന് പറയുന്നത് എന്തോന്നാണ്? ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു ദ സെൽസ് ആൻഡ് ബ്രിങ് ബാക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. അതിന്റെ ഡെഫിഷ്യൻസിയിൽ ഉണ്ടാകുന്ന രോഗം എന്തോന്നാണ്? അനീമിയ. അപ്പോൾ എന്തോന്നാണ്? രക്തത്തിലെത്തുന്ന ഓക്സിജനെ കോശങ്ങളിൽ എത്തിക്കുകയും അവിടെ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡിനെ തിരിച്ച് കൊണ്ടുപോവുകയും ചെയ്യുന്നത് ആരാണ്? ഹീമോഗ്ലോബിനാണ്. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ അളവ് കുറയുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥ എന്തോന്നാണ്? അനീമിയ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് പഠിക്കാനുള്ളതാണ്. അടുത്ത അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത് വൈറ്റാമിനുകളും ധാതുക്കളും കുറഞ്ഞ അളവിൽ ഏതെങ്കിലും വേണ്ടത്ര അളവിൽ ലഭ്യമായില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള രോഗങ്ങൾക്കാണ് അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. അടുത്തത് ഓരോന്നിന്റെയും അഭാവത്തിലുണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസീസസ് ഏതൊക്കെയാണെന്നുള്ളത് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. വൈറ്റമിൻ്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ. ഓക്കെ, അത് പഠിക്കണം. അതുമായി ബന്ധപ്പെട്ടിട്ട് ഇവിടെ 3-4 ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്. അതിന്റെ ആൻസർ എല്ലാം താഴോട്ടും കൊടുത്തിട്ടുണ്ട്, അത് നോക്കണം. അടുത്ത നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണ്? നൈറ്റ് ബ്ലൈൻഡ്നെസ് ഈസ് ദ പുവർ വിഷൻ എക്സ്പീരിയൻസ്ഡ് ഇൻ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റ്. ഇരുട്ടിലും മങ്ങിയ വെളിച്ചത്തിലും അനുഭവപ്പെടുന്ന കാഴ്ചക്കുറവിനാണ് നിശാന്തത എന്ന് പറയുന്നത്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ മിനറൽസിന്റെ അഭാവത്തിൽ ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി രോഗങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് ആണ്, അതും പഠിക്കണം. പിന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട്, അത് നോക്കുക. ഇതിലെല്ലാ ആൻസേഴ്സും ഉണ്ട്, താഴോട്ടും കൊടുത്തിട്ടുണ്ട്. എന്തോന്നാണ് ഓസ്റ്റിയോപോറോസിസ് എന്നും ഗോയിറ്റർ എന്തോന്നാണെന്നും പഠിക്കണം. ഓക്കെ. അസ്ഥികളിലെ
അതായത് ഓസ്റ്റിയോപോറോസിസ് ഇസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ബോൺ ബിക്കെയിം സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ ഡ്യൂ ടു ദ ഡിസീസസ് ഇൻ ദ ഡെൻസിറ്റി ഓഫ് മിനറൽസ് ഇൻ ദ ബോൺസ്. ദേ ലീഡ് ടു ദ വീക്ക്നെസ് ഓഫ് ബോൺസ് ആൻഡ് ഫ്രാക്ചർ. ഓക്കെ, ഗോയിറ്ററും അതുപോലെ തന്നെ പഠിക്കണം. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തെന്തോന്നാണ്? നാരുകൾ. പ്രധാനമായിട്ടും നാരുകൾ അടങ്ങിയിട്ടുള്ള ഭക്ഷണ സാധനങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത്, പിന്നെ ഫൈബേഴ്സ്, അതിൻ്റെ നാരുകളുടെ തന്നെ ആവശ്യകത എന്തോ ആണെന്ന്, നാരുകളുടെ ഫങ്ഷൻസ്, ഫൈബേഴ്സിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഇത് അതിൽ കൊടുത്തിട്ടുള്ള അതും പഠിക്കാനുള്ളതാണ്. പിന്നെ എന്തോന്നാണ്? വാട്ടറിൻ്റെ ആവശ്യം. പിന്നെ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറഞ്ഞാൽ എന്തോന്നാണെന്നുള്ളത്, ഐറ്റത്തിൽ ഉൾക്കൊള്ളിക്കേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് ഈ ഒരു ചാർട്ടിൽ കൊടുത്തിരിക്കുന്നത് പഠിക്കുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്റർ. പിന്നെ എന്തോ കലോറി ഓരോരുത്തരോ എത്രത്തോളം ഊർജ്ജമാണ് ഓരോ ദിവസം ചിലവാകുന്നത് എന്നുള്ളതും നോക്കി വെച്ചിരിക്കുക. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആവുകയാണ്. ഇതിന്റെ ബാക്കി ലെറ്റസസും ഇമ്പോർട്ടൻ്റ് ക്വസ്റ്റ്യൻസും മറ്റൊരു വീഡിയോയിലൂടെ ഇടുന്നതായിരിക്കും. അപ്പം മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, താങ്ക് യു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുക. ഇതിൻ്റെ ലെറ്റസസും പിന്നെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അടുത്തൊരു വീഡിയോയിലൂടെ സെൻഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.